ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ. എനിക്കും ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് പുതിയ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ മഴയാണല്ലോ, എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉറങ്ങിണീറ്റ് നമ്മളെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി വന്നാലുണ്ടല്ലോ, ഈ പച്ചപ്പും കാര്യങ്ങളും കാണാനും അതുപോലെ മഴ പെയ്ത് ചോർന്ന് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റി വീകുന്ന ആ ഒരു സ്ഥലം കാണാനൊക്കെ നല്ല ഭംഗിയാണ് അല്ലേ. പക്ഷെ നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഉറങ്ങി എണീറ്റ് നമ്മൾ ഒന്ന് വന്ന് നോക്കിക്കെങ്കിലും ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്തൊന്ന് നോക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോഴേക്ക് അടുക്കളയിലേക്ക് എത്താനുള്ള ചിന്തയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് എൻ്റെ മോനൊന്ന് പുറത്ത് പോയതുണ്ട്, അതാണ് ഗേറ്റൊക്കെ തുറന്നിട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് നമ്മളെ മോക്ക് പോകാനുണ്ട്. അപ്പോൾ അത് വാപ്പാനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒക്കെ ഓരോരോ സാഹചര്യങ്ങൾ, ഹോസ്പിറ്റൽ കേസൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, മനസ്സിനൊരു ഇൻട്രസ്റ്റ് വേണ്ട, അതിനൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുന്നുള്ള വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും സുഖവും ദുഃഖങ്ങളും ഒക്കെ പഠിച്ച റബ്ബ് തരൂലേ, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം കേട്ടോ. അപ്പോൾ മനസ്സിനും കണ്ണിനും കുളിർമേകുന്ന കാര്യങ്ങൾ നോക്കി നിന്നാലൊന്നും നമുക്ക് അടുക്കളയിലുള്ള കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ നോക്കി നിൽക്കട്ടോ, സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ കുറച്ചൊക്കെ നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. അതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇനി വേണമെങ്കിൽ ചാനലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ ഒന്ന് വീഡിയോ എടുത്താലും നല്ലൊരു സുഖമാണ് കേട്ടോ. നമുക്ക് സ്റ്റാറ്റസൊക്കെ വെക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷം ഏത് വഴിക്കാണ് കിട്ടുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ഉള്ള സന്തോഷത്തിൽ നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ വാപ്പാക്ക് ഒരു 4 തട്ട് ദോശ ആക്കിയതാട്ടോ. അപ്പോൾ വാപ്പാക്ക് ഇങ്ങനത്തെ മസാലകളൊന്നും ഇപ്പം കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ആൾ അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ച് മസാല ദോശ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട, വെറുതെ 2-3 ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ അത് തട്ട് ദോശ ആക്കിയതാട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോയാൽ മതി കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ മോക്കുള്ള കാര്യങ്ങളും കുറച്ച് ചോറും കറികളൊക്കെ വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അഡ്മിറ്റ് ആവും എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പാട്ടോ. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോള് ഇനിയിപ്പോൾ നമ്മൾ രാത്രി ലൈറ്റായിട്ട് വരാണെങ്കിലും നമുക്കിതൊക്കെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാപ്പക്കുള്ള ചായയൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ ആദ്യം ചുട്ട് മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ മോക്ക് മസാല ദോശയൊക്കെ ചുട്ടിട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് പറയൽ, നമ്മൾ ഭക്ഷണത്തിലുണ്ടല്ലോ ഒരുപാട് ഇങ്ങനത്തെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ചീര, മുരിങ്ങയില അതൊക്കെ നമ്മളൊരു ഭക്ഷണത്തിൽ ഒരു ദിവസം ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകുമ്പോഴൊക്കെ വാപ്പൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലഡ് ഇല്ല കേട്ടോ, ശരീരത്തിൽ തീരെ ബ്ലഡ് ഇല്ല. ഒരു മനുഷ്യർക്ക് എത്രയോ വേണമല്ലോ, 12 13 വേണ്ടേ, അതിൻ്റെ ഒരു പകുതി പോലും വാപ്പാക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ രക്തം കയറ്റാൻ പറ്റുന്ന ഒരു ഏജൊക്കെ ആൾക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കയറ്റാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് വിടുന്ന ദിവസമൊക്കെ അഡ്മിറ്റായിട്ട് ബ്ലഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡോക്ടർ വന്നിട്ടൊക്കെ അത് പറയുള്ളൂ കേട്ടോ. അപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്, വേറെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അല്ലാഹു തആല ഒന്നിക്കൽ ഷിഫാക്കി കൊടുക്കട്ടെ, ആഫിയത്തോടു കൂടി ആയുസ് കൊടുക്കട്ടെ കേട്ടോ. വെറുതെ നമ്മൾ ആയുസ് ഇട്ട് കിടന്നിട്ട് ഒരു കാര്യമില്ല, ഈ പറയുന്ന ഞാനായാലും കേട്ടോ. അപ്പോൾ നമ്മൾ ആയുസ് കൊടുക്കണമെങ്കിൽ ആഫിയത്തും കൊടുക്കണം. ഏതൊരു മനുഷ്യൻക്ക് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാത്തതാട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചാൽ രോഗി കഷ്ടപ്പെടുന്നതും നമ്മൾ കാണണം, വേദന തിന്നുന്നതും കാണണം. പിന്നെ കൂടുതലുള്ളവർക്കും കഷ്ടപ്പാടാണ്, മക്കളായാലും ആരായാലും കഷ്ടപ്പാടാനാണ് കേട്ടോ ഒരാൾ കിടന്നു പോയാൽ. അപ്പോൾ ഞാനിത് പോണപ്പോൾ ബീറ്റ്റൂട്ടും പിന്നെ ക്യാരറ്റും കുറച്ച് മുരിങ്ങയില ഈ മസാലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാനുള്ള ഒരു സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിൽ മുരിങ്ങയില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി മസാല ദോശയാണ് കേട്ടോ അത്. അപ്പോൾ മോളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നല്ല മഴ കേട്ടോ. അപ്പോൾ ഏത് മക്കളും സ്കൂളിൽ പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കൽ എന്താ പറയുക, ഏത് ഉമ്മമാരായാലും അല്ലേ, പക്ഷേ ഞാൻ മക്കൾ സ്കൂളിൽ എത്തുന്ന വരെ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കിട്ടോ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ. ആ ഒരു 8 മണി തൊട്ട് 10 മണി വരെ പെരുമഴയൊന്നും പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കട്ടോ നമുക്ക്. അപ്പോൾ മോളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വെച്ച് നമ്മളെ വൻപയറും മത്തനുള്ള കറിയില്ലേ അതെന്നിട്ടൊന്നും വെച്ചത് സൂപ്പർ കറിയാണെന്ന് മക്കൾ പറഞ്ഞു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ കറി തന്നെ വെച്ച് കുറച്ച് ചെമ്മീനുള്ള റോസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ
ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാത്രി ആയാലും ഇതൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചൊക്കെ പോയത്. നമ്മളൊന്ന് വിചാരിക്കും നമ്മളെ എന്താ പറയുക പഠിച്ച റബ്ബ് വേറൊന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ വരുമ്പോൾ 10-11:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ വാപ്പനെ അവിടെ ആക്കി പിന്നെ മോന് രാത്രി അവിടെ നിൽക്കണം. അങ്ങനെ പല പല ചുറ്റുപാടൊക്കെ ആയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പൂളുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ചൊന്ന് കുത്തി ഉടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താക്കി അതൊന്ന് പാത്രത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെന്ത പൂളാണ്. എന്നിട്ട് കുറച്ച് ചെറുപയർ വേവിച്ചതും പിന്നെ കുറച്ച് പച്ചമുളകും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചിട്ട് തേങ്ങയും കൂടെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു പുഴുക്കുമായിട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ സുഖമാണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ പറയുന്നത്. നമ്മളെ വീഡിയോയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പറയരുതെന്ന് വിചാരിച്ചിട്ടോ വീഡിയോയിൽ എഴുതി വെച്ചത്. പിന്നെ നമ്മളെ വായിൽ അത് ശീലിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞു പോയതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമല്ലോ, ഇഷ്ടപ്പെട്ടാലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളുണ്ട്. ടെൻഷനും കാര്യങ്ങളില്ലാത്തപോലെ ഈ ഭൂമിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദുർലഭ ആളുകൾക്ക് അതില്ലാതിരിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തെല്ലാം ഒത്തു വന്നാലും എന്തെങ്കിലും വിഷമങ്ങൾ പോലെ മനസ്സിലില്ലാതിരിക്കില്ല കേട്ടോ. എല്ലാം ഒത്തു വന്നാൽ നമ്മൾ പഠിച്ച റബ്ബിനെ മറന്നു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെൻഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇനി ഒന്നിലേക്കും ഇതാവണ്ടെന്നൊന്നും വിചാരിച്ചാലൊന്നും നമുക്ക് സന്തോഷം കണ്ടെത്തൂല കേട്ടോ. നമ്മളെക്കാളും താന്നതിലേക്ക് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാലുണ്ടല്ലോ നമ്മൾ അസുഖമൊന്നുമല്ല കേട്ടോ. ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും അറിയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ അസുഖങ്ങൾ ഒന്നുമേ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരച്ഛനുണ്ട് നമ്മളടുത്ത് തന്നെ കിടക്കുന്ന കേട്ടോ. നമുക്ക് സഹതാപം തോന്നും കേട്ടോ കണ്ടാൽ. അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനത്രയും പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വാപ്പ എത്രയോ ഭാഗ്യവാനാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതന്നെ അൽഹംദുലില്ലാ. 3 നേരം ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കും. പക്ഷേ ഓലെ ആ ഒരു പ്രായത്തുമ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുഴുക്കൊക്കെ ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളം കൂടിയതൊന്നും വിചാരിക്കാനില്ല കേട്ടോ. വെള്ളമൊക്കെ എന്താ പറയുക തണിങ്ങി വരുമ്പം ഒക്കെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാൻ കഴിയുന്നതും നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് തുറന്ന് വെച്ചൊരു ലൈക്കും അടിച്ചിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ കാണുന്നില്ല എന്നല്ല. പക്ഷേ കമൻറ്റ് ഇടാൻ കഴിയലില്ല. എന്താണെന്ന് വെച്ചാൽ എന്താ ഞാൻ കമൻറ്റ് ഇടേണ്ടത്, സൈലൻ്റ് ആക്കി വെക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുവിധ ആളുകളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നമ്മളെ നീയക്കുട്ടി ചോദിച്ചു നിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. എല്ലാവരും എൻ്റെ വീഡിയോയിൽ എത്ര പേരെ കമൻറ്റ് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ലൈക്ക് ചെയ്ത് തുറന്ന് വെച്ചതാട്ടോ. ബാക്കി വീട്ടിൽ വന്നിട്ടും തുറന്ന് ഇടലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. രാത്രി വന്നിട്ട് ധൃതിയിൽ എന്തെങ്കിലും ഒന്ന് ആക്കുന്നുണ്ട്. അതുപോലെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ധൃതിയിലൊക്കെ ആക്കും. അതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നിന്നാലേ ടൈമും ബസ്സും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല, ഒക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ വീഡിയോ ഇടുന്നത്, വീഡിയോ ഇടാതിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.